പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന് അയവ് വരും എന്ന പ്രതീക്ഷയിൽ ലോകത്തിന് ആശ്വാസമായി ഇറാന്റെ പുതിയ ചില തീരുമാനങ്ങൾ പുറത്തുവരുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വൻ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഒരു തരത്തിലും അമേരിക്കയ്ക്ക് വഴങ്ങില്ല എന്ന നിലപാടാണ് ഇറാൻ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ലോകത്താകമാനം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇറാൻ വഴിയുള്ള ഗതാഗതത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചതും ഇത്തരം ചർച്ചകൾ വഴിമുട്ടിയതാണ്. എന്നാൽ ഇറാൻ അയയുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആണവായുധ നിർമ്മാണത്തിന് തൊട്ടടുത്തെത്തിയ ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച തങ്ങളുടെ യുറേനിയം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായി 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനുമുള്ള സമാധാന ഉടമ്പടി അന്തിമഘട്ടത്തിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആണ് ഇത്തരത്തിൽ ഒരു നീക്കമുണ്ടായത്, ഇത്തരത്തിൽ ഒരു നടപടിയുണ്ടായത് എന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. ആണവ സാമഗ്രികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കരാറിൽ എത്താൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഈ യുറേനിയം എങ്ങനെ നിർവീര്യമാക്കുമെന്നോ മറ്റ് രാജ്യങ്ങളിലേക്ക് എങ്ങനെ മാറ്റുമെന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ധാരണയായിട്ടില്ല. വിശാലമായ സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവെച്ചതിന് ശേഷമുള്ള അടുത്ത ഘട്ട ചർച്ചകളിൽ മാത്രമായിരിക്കും ഇതിന്റെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുക. നിലവിൽ ഇറാന്റെ പക്കൽ 60% വരെ ശുദ്ധീകരിച്ച 400 കിലോയോളം യുറേനിയം ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കുന്നു. ഇതുപയോഗിച്ച് ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുറേനിയം സംഭരണിയുടെ കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകിയില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും സൈനിക ആക്രമണം പുനരാരംഭിക്കുമെന്നും അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇക്കാര്യത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണവും യുറേനിയത്തിന്റെ നശീകരണവുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന നടപടികൾ ഇറാൻ കൈക്കൊള്ളുന്നതായി സൂചനയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകളിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ലോകസമാധാനത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ലോകരാജ്യങ്ങൾ അടക്കം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സമാധാന കരാർ ഉടമ്പടി അവസാന ഘട്ടത്തിൽ എത്തിയാൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമെന്നും ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട ഗതാഗതം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുമെന്നും ലോക ജനത പ്രതീക്ഷിക്കുന്നു. ചർച്ചകൾ തുടരുകയാണ്. അമേരിക്കയും ഇറാനും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിന് തന്നെ ഹിതകരമായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുമുള്ള ആഗ്രഹമാണ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം ആവശ്യപ്പെട്ടത്. അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ സമാധാനത്തിന്റെ പ്രത്യേകമായ ഒരു അന്താരാഷ്ട്ര അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമാണ് അമേരിക്ക ഉയർത്തുന്ന പ്രധാന പ്രശ്നം. മാത്രമല്ല ഇറാൻ തീവ്രവാദ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും തീവ്രവാദികളെ സഹായിക്കുന്നതും ഹമാസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നതും ആഗോള സമാധാനത്തിന് തിരിച്ചടിയാകും എന്ന അഭിപ്രായം ഇന്ത്യക്കും അമേരിക്കയ്ക്കും തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. അതൊക്കെ തന്നെ ചർച്ചകളിലൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ഈ ചർച്ചകളുടെ ഈ ഒരു വികാസം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഏത് രീതിയിൽ നിർത്തലാക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളും കൂടുതൽ നടപടികളും ഉണ്ടാകും എന്നാണ് കരുതുന്നത്.